ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി 2 കറികൾ കേട്ടോ. അതും നമ്മൾ പാവക്ക വെച്ചിട്ടുള്ളത് ഒട്ടും കയ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ ഹോട്ടൽ സ്റ്റൈലൊക്കെ നല്ല മീൻ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ളൊരു 2 കറികൾ കേട്ടോ. അപ്പോൾ അതും ഒരു പാവക്ക വെച്ചിട്ട് ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിത് ആദ്യം തന്നെ 2 പാവക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതാ ചെറിയ പാവക്കയാണെങ്കിലുണ്ടല്ലോ ഇതുപോലത്തെ 2 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ വലുതാണെങ്കിലുണ്ടല്ലോ ഇതുപോലെ 1 എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരൊറ്റ പീസ് കൊണ്ട് 2 കറികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ തെമ്പൊക്കെ മൊത്തത്തിലൊന്ന് ചെത്തി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശം ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ ഫ്രഷ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ വാങ്ങിക്കൊണ്ടാച്ചിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടിന്. അപ്പോൾ നിങ്ങളടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇതിന് കയപ്പാന്ന് പറയുക. നിങ്ങളെ വീട്ടിൽ എന്താ ഇതിന് പറയാമെന്നൊന്ന് പറയട്ടാ. കൂടുതൽ ആൾക്കാരും പാവക്കാന്നാണ് പറയുക, അപ്പോൾ നമുക്ക് പാവക്കാന്ന് പറയട്ടെ. അപ്പോൾ ഞാനിത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലൂടെ തന്നെ ഒന്നൊരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ നല്ലപോലെ പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് വെള്ള കളർ ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. ഇതിന് മുഴുവനായിട്ടൊന്നും ഞാൻ നീക്കുന്നില്ല. ഈ വെള്ള കളർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് മൊത്തത്തിലായിട്ട് പോക്കിക്കളയട്ടാ. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒരു വെള്ള കളറാണ് കയ്പ്പ് കൊടുക്കുന്നതെന്ന്. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. പാവക്കേൻ്റെ ഉള്ളിൽ തന്നെ വരുന്നൊരു നീരാട്ടാ നമ്മൾ ഇതിൻ്റെ കയ്പ്പ് കൊടുക്കുന്നത്. അപ്പോൾ വെള്ള കളറൊന്നുമല്ല, അത് പോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കയ്പ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ ഇത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നല്ല പുളിവെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഒരു പുളിയും കയ്പൊക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് വരട്ടെ. ഇനിയിപ്പം ഞാനിതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി ഫുള്ളായിട്ട് ഉണ്ടാവില്ല, നല്ലൊരു 3/4 ഭാഗത്തോളം ഉണ്ടാവും കേട്ടോ. അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരമുറി എന്ന് പറഞ്ഞത് തിരിയുന്നില്ലെങ്കിൽ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ തന്നെ നമ്മളെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞ് വരാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി അത്ര കളറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നല്ല കളറുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ച് പാവക്ക ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ആദ്യത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് അതിൻ്റെ നേരെ പകുതിയായിട്ട് എടുത്തത്. നമ്മൾ പുളിവെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലോണം പിഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആ കയ്പൊക്കെ ഉണ്ടല്ലോ ആ പുളിവെള്ളത്തിലേക്ക് പോകും. നമുക്ക് കയ്പൊക്കെ ഉണ്ടല്ലോ നല്ല പുളീൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയായിട്ടാണ് പാവക്ക എടുത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2-1/4 ടീസ്പൂൺ വീതം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതുക്കിയതായാലും സാരയില്ല, നുറുക്കിയതായാലും സാരയില്ല. ഇനിയിപ്പോൾ 1/2 കഷ്ണം ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചേർക്കാൻ നല്ലത് ചെറിയുള്ളി കേട്ടോ. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്, വെല്ലുള്ളി ചേർക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് നടുക കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ഉണ്ടല്ലോ അതും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആദ്യം പീസാക്കി വെച്ച കയ്പ ഉണ്ടല്ലോ നമ്മൾ എടുത്ത് മാറ്റി വെച്ചത് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് അധിക സമയം വയറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്ന് അതുപോലെ തന്നെ പാവക്കയൊക്കെ വെന്ത് വരും. പിന്നെ നമുക്ക് അധികം കുക്കിംഗ് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇത് മൊത്തം. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ എല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. നമ്മൾ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ 1/2 ഗ്ലാസ്സോളം പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ. പെട്ടെന്നാവുന്നൊരു കറിയായി ഇത്. നിങ്ങൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ഈ തേങ്ങയും പുളിവെള്ളമൊക്കെ നമ്മൾ ഓരോ സ്റ്റേജായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലപോലെ തിളച്ചിട്ട് വരും. ആ ഒരു സമയത്തുമുണ്ടല്ലോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതിന് എത്ര ഗ്രേവി വേണം നമുക്ക്
അധികം ടൈറ്റ് വേണോ എന്നൊക്കെ നോക്കട്ടോ. നല്ല ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ചോറിനൊക്കെ എടുക്കുന്നതാണെങ്കിലുണ്ടല്ലോ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉപ്പൊക്കെ ആദ്യമായിട്ട് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കട്ടെ. നമ്മൾ എല്ലാ ടൈമിലും ഉപ്പ് ചേർക്കുന്നില്ലല്ലോ, നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണല്ലോ ഉപ്പ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളെ കറീൻ്റെ പണി. അപ്പോൾ തന്നെ നമുക്ക് അത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി തണിഞ്ഞ് വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കറി. നമുക്ക് ചപ്പാത്തിക്കും ദോശക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി കോമ്പിനേഷൻ ആട്ടാ. ഇതിലിതാ ഞാൻ രണ്ടാമത്തെ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതൊരു മസാല ടൈപ്പാട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവയും കടുകും നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ മൂത്ത് വരുമ്പോണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുക. സവാളക്ക് പകരം ചെറിയുള്ളി ചേർക്കട്ടെ. ചെറിയുള്ളിയാകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്. നല്ല പോലെ വഴറ്റി കൊടുക്കട്ടെ. ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്തിനുള്ളൂ, അതിന് കണക്കായിട്ടുള്ള അളവാട്ടാണ് പറയുന്നത്. വലിയ സവാള കൂടുതലായിട്ട് പാവയ്ക്ക എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതലായിട്ട് തന്നെ സവാള എടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് തന്നെ വലിയൊരു തക്കാളി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കും കേട്ടോ. ഇതൊരു അടിപൊളി പാവക്ക റോസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നു. ഇതിൽ തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ ഉടഞ്ഞു വരണം കേട്ടോ. നല്ല മസാല പോലെ ആവണം. നമ്മൾ ബിരിയാണിക്കൊക്കെ മസാലയാക്കൂലേ അതുപോലെ ആയി കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടി കേട്ടോ. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാവുക കാശ്മീരി മുളക് പൊടി, അതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം കേട്ടോ ഇതിൽ പൊടികളായിട്ട് ചേർക്കുന്നുണ്ട്, വേറൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ച പാവക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അരിയാൻ ഇഷ്ടം അതുപോലെ അരിഞ്ഞെടുക്കട്ടെ. തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ആണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എന്തായാലും നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഇത് നല്ലപോലെ പാവക്കയൊക്കെ ഉടഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ ഏത് സൈസിലായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അരിഞ്ഞിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പുളിയൊന്നും ഇല്ല കേട്ടോ, ഒരു മീഡിയം ലെവൽ പുളിയായിട്ട് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക വേണ്ടത്. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അതിന് മുന്നേ ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് നമ്മൾ ആദ്യം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. പാവക്കയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഇത്രയെല്ലാം കേട്ടോ നമ്മളെ പാവക്ക റോസ്റ്റിൻ്റെ പണി. പെട്ടെന്നായി കിട്ടും. അതുപോലെ തന്നെ പാവക്ക പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. നമുക്ക് അധികം ടൈമൊന്നും വേണ്ടല്ലോ പാവക്ക കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് തീരെ ഡ്രൈ ആയിട്ട് വേണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയാണോ വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മാത്രമായാലും സാരമില്ല കേട്ടോ, പക്ഷെ മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും ഇതിന്. ഞാൻ നല്ല പോലെ വരട്ടിയ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അതിലെ ഗ്രേവിയൊക്കെ നല്ല പോലെ അതിൽ തന്നെ പിടിച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടെ. പക്ഷേ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയുള്ള പണി. ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കത് മൂടി വെക്കാം. നമ്മളെ പാവക്ക റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉച്ചക്ക് ചോറിനേക്കൊക്കെ ഒരു പാവക്ക ഉണ്ടെങ്കിൽ 2 അടിപൊളി കറികൾ ഉണ്ടാക്കട്ടെ. അതും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ മണം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചില കറികൾ കഴിക്കൂല അതിൻ്റെയൊക്കെ ഒരു മണം കേട്ടോ. നല്ല മീൻ കറീൻ്റെ ഒരു സ്റ്റൈൽ മണം ഈ ഒരു കറിക്ക്. അതുപോലെ തന്നെ നല്ല പാവക്ക റോസ്റ്റിനുണ്ടല്ലോ, പ്രത്യേകിച്ച് നല്ല നമ്മൾ മീനൊക്കെ വരട്ടിയെടുക്കുമല്ലോ ഈ ഒരു മണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് മീൻ പൊരിച്ചതോ അങ്ങനെ ഒന്നും വേണ്ട, ഈ ഒരു 2 കറികൾ മാത്രം മതി കേട്ടോ ഉച്ചക്കത്തെ ചോറ് കഴിക്കാനൊക്കെ. പിന്നെ ചപ്പാത്തീൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷൻ, രണ്ടും നല്ല കോമ്പിനേഷൻ കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കയ്പ്പക്ക റോസ്റ്റ് അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. നമ്മളെ ചപ്പാത്തീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ഇതുവരെ കഴിക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ പുളിവെള്ളത്തിലൊക്കെ ഇട്ടെടുക്കുമ്പോഴല്ലോ അതിൽ നിന്ന് കയ്പ്പൊക്കെ ഇറങ്ങിപ്പോകും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു കറി വെച്ചാൽ എത്ര കയ്പ്പൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പ്രത്യേകിച്ച് ഈ കയ്പ്പൊക്കെ റോസ്റ്റ്
അടിപൊളി ടേസ്റ്റാണ്. കൂടുതൽ ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ടാകും. പക്ഷേങ്കിൽ ഈ ഒരു രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അധികം പൊടികളോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മീൻ മസാല ഇട്ട് കൊടുക്കട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അതും കുറച്ച് മല്ലിയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു പാവക്ക റോസ്റ്റിന് കേട്ടോ നല്ല ടേസ്റ്റാണ്. ഇതിന് എൻ്റെ വീട്ടിലൊക്കെ കയപ്പക്ക എന്നാണ് പറയട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാമല്ലോ ഓരോ നാട്ടിലും ഏതൊക്കെ രീതിക്കാണ് ഇത് പറയാന്ന് കേട്ടോ. എൻ്റെ നാട്ടിൽ ഇതിന് കയപ്പക്ക എന്നാണ് പറയുക, പാവക്ക എന്നും പറയും കേട്ടോ. പക്ഷെ കൂടുതലും കയപ്പാന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ പാവക്കക്ക് എന്താ പറയാന്ന് ഒന്ന് പറയട്ടാ. അതുപോലെ തന്നെ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കട്ടെ. ഫസ്റ്റ് തന്നെ പറയണമെന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വരെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊന്നും തിരിയേയില്ല ഇത് കയപ്പൊക്കെ അറിയാമെന്നൊന്നും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടേട്ടാ. ബൈ.